തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. മുന്നണിയെ പരാജയപ്പെടുത്താൻ എല്ലാ പരിശ്രമവും നടത്തുമെന്നുള്ള CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന സംസ്ഥാനത്ത് UDF LDF രാഷ്ട്രീയ ബാന്ധവത്തിനുള്ള കളമൊരുങ്ങുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. ബി.ജെ.പി. മുന്നണിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാഥമിക പരിഗണനയായി കണക്കാക്കുന്നത് എന്നാണ് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞത്. ബി.ജെ.പി. മുന്നണിയെ പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബി.ജെ.പിക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം NDAക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം UDF LDF പരസ്പര ധാരണയ്ക്ക് നീക്കം തുടങ്ങി എന്നുള്ളതാണ്. ബി.ജെ.പി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള മുന്നേറ്റം നടത്തുമെന്ന് ഭരിക്കുന്ന കക്ഷിക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ടാണ് കാലക്കൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ബി.ജെ.പി. മുന്നണിയെ പരാജയപ്പെടുത്താൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നു. ബി.ജെ.പി. വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ബി.ജെ.പിക്ക് വിജയ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ തന്നെ ആ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് നഗരസഭ അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. പാലക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ UDFും LDFും തമ്മിലുള്ള ഐക്യത്തിന് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. പല വാർഡുകളിലും യോജിച്ചുള്ള നീക്കങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താനുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അണിയറയിൽ രൂപപ്പെട്ടു വരികയാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കൂട്ടുകെട്ട് അരങ്ങേറുന്നത്. എല്ലാ വർഗീയ ശക്തികളുമായി UDF ഇപ്പോൾ പരസ്യമായി ധാരണയിലെത്തിക്കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനകളുമായി, അവരുടെ രാഷ്ട്രീയ പാർട്ടികളുമായി കേരളത്തിൽ പരസ്യമായ സഖ്യത്തിന് മുസ്ലിം ലീഗ് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. അവരുമായിട്ടുള്ള ചർച്ചകൾ മുസ്ലിം ലീഗ് നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. UDF നേതാക്കൾ ആരും തന്നെ, ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ ആരും തന്നെ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടില്ല. അവരാരും തന്നെ മുസ്ലിം ലീഗ് നടത്തുന്ന ഈ നീക്കത്തെ തള്ളി പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെ ഒരു വശത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടാൻ UDF തീരുമാനമെടുത്തു. അവിശുദ്ധമായിട്ടുള്ള ബാന്ധവത്തിന് തങ്ങൾ ഇന്നലെ വരെ പറഞ്ഞ തത്വാധിഷ്ഠിത നിലപാടുകളെല്ലാം ആരുമായും കൂട്ടുകൂടാമെന്നുള്ള നിലയിലേക്ക് LDFും തീരുമാനങ്ങളിലേക്ക് പോവുകയാണ്. CPIM കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പറഞ്ഞിരുന്ന തത്വാധിഷ്ഠിത രാഷ്ട്രീയം, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം എന്നൊക്കെയുള്ള വാദങ്ങളെ തള്ളിക്കൊണ്ട് UDFിനകത്തുള്ള കക്ഷികളെ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങിക്കൊണ്ട് അവര് മുന്നണി വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദർശത്തിന്റെയോ തത്വാധിഷ്ഠിത നിലപാടിന്റെയോ പരിവേഷമെല്ലാം കാലിൽ പറത്തിക്കൊണ്ട് സംസ്ഥാനത്ത് തങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിലേക്ക് അവർ കടക്കുകയാണ്. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും വിജയിക്കാൻ പാടില്ല എന്നുള്ള പൊതു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം യോജിച്ചുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ബി.ജെ.പിയുടെ ശക്തി, ജനപിന്തുണ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിന്റെ വിഭ്രാന്തിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പരസ്യമായ കൂട്ടുകെട്ടിലേക്ക് UDFും LDFും തിരിയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിവിധ വാർഡുകളിൽ CPIMും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പരസ്പരം പൊതു സ്ഥാനാർത്ഥികളായി വരുന്നവരെ കുറിച്ചുള്ള ചർച്ചകൾ പോലും തുടങ്ങിക്കഴിഞ്ഞു.
കോൺഗ്രസ് ദുർബലമായിടത്തെല്ലാം CPM-നെ സഹായിക്കാനും CPM-ന് വിജയസാധ്യതയില്ലാത്തിടത്തെല്ലാം CPM UDF-നെ സഹായിക്കാനുമുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയും CPM നേതൃത്വവും തമ്മിൽ പലയിടങ്ങളിലായി ഇത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിൽ കുറെ കൂടി ഈ കൂട്ടുകെട്ട് മുമ്പോട്ട് പോയിരിക്കുക. പാലക്കാട് MLA-യും CPM-ന്റെ ജില്ലാ നേതൃത്വവുമായിട്ട് ആലോചിച്ച് പലയിടങ്ങളിലും BJP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള നീക്കം നടക്കുക. പത്തനംതിട്ട ജില്ലയിൽ പലയിടത്തും കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള രഹസ്യധാരണ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. തൃശൂർ ജില്ലയിലെ നഗരസഭ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും BJP സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെയെല്ലാം പരസ്പരം ഐക്യപ്പെടാൻ ഇരുമുന്നണികളും തയ്യാറായിരിക്കും. കോടിയേരി ബാലകൃഷ്ണന്റെ ഇന്നലത്തെ പ്രസ്താവനയോട് UDF-ന്റെ നേതൃത്വം ഇതുവരെ പ്രതികരിക്കാതിരുന്നത് അതിന്റെ സൂചനയാണ്. BJP മുന്നണിയെ പരാജയപ്പെടുത്താൻ എല്ലാ പരിശ്രമങ്ങളും നടത്തും എന്ന് പറഞ്ഞതിന്റെ പച്ച മലയാളം BJPക്ക് വിജയസാധ്യതകളിടത്തെല്ലാം കോൺഗ്രസുമായി സഹകരിക്കും എന്നല്ലെങ്കിൽ പിന്നെ എന്താണ്? BJP ഒരു മുഖ്യ ശക്തിയായി വളർന്നു വരുന്ന സാഹചര്യത്തിൽ പരസ്പരം ഒരുമിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാനുള്ള തീരുമാനം സംസ്ഥാന തലത്തിൽ എടുത്തതാണോ എന്നുള്ള കാര്യം LDF-ന്റെയും UDF-ന്റെയും നേതൃത്വം ജനങ്ങളോട് പറയണം. ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ കൂട്ടുകെട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വരുന്നത്? കോടിയേരി ബാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? സംസ്ഥാനത്തെ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള UDF-നെ പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പറയാതെ BJP മുന്നണിയെ പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് കോടിയേരി എന്തുകൊണ്ടാണ് പറഞ്ഞത്? കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ടാണ് BJP-യെ പരാജയപ്പെടുത്താൻ സകല സന്നാഹങ്ങളും ഒരുക്കും എന്ന് പറഞ്ഞത്? UDF തങ്ങളുടെ ശത്രുവല്ലേ? ഒരു വശത്ത് UDF-നെ ദുർബലമാക്കാൻ UDF-ലെ കക്ഷികളെ ചാക്കിട്ട് പിടിക്കുമെന്ന് പറയുന്ന കോടിയേരി പത്രസമ്മേളനത്തിന്റെ ആകെത്തുകയായി അവതരിപ്പിച്ചത് BJP-യുടെ വളർച്ച തടയാൻ എല്ലാവരുമായിട്ടും സഹകരിക്കുമെന്ന് പറഞ്ഞു. സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു, ജനപിന്തുണ ആർജിച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. അവിശുദ്ധ കൂട്ടുകെട്ടിനാണ് കളമൊരുങ്ങുന്നത്. മഞ്ചേശ്വരത്തും കാസർകോട്ടും നേമത്തുമെല്ലാം പരീക്ഷിച്ച തന്ത്രം സംസ്ഥാന വ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നത്. ഇതിനെതിരായിട്ട് കേരളത്തിലെ UDF LDF ബാന്ധവത്തിനെതിരായി ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണം ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം സംസ്ഥാനത്ത് ആരംഭിക്കും. UDF-ന്റെ പ്രതിച്ഛായ തകരുന്നതിന് കാരണം LDF-ന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് എതിരായി ശക്തമായി ജനങ്ങളെ അണിനിരത്താൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അത് അംഗീകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാദങ്ങളും ചില സർവേ റിപ്പോർട്ടുകളുമെല്ലാം. UDF-ന്റെ വിശ്വാസ്യത പൂർണ്ണമായിട്ടും നഷ്ടമായിരിക്കുക. LDF-നെ നേരിടാൻ CPM-നെ നേരിടാൻ കേരളത്തിൽ UDF-ന് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാതെ വന്നിരിക്കുക. UDF പറയുന്നതിൽ ഒരു വിശ്വാസ്യത ജനങ്ങൾ ചെവിക്കൊള്ളുന്നില്ല. UDF-ന് ധാർമ്മികമായിട്ടുള്ള ഒരു നിലപാട് നഷ്ടമായിരിക്കുക. പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതിക്കെതിരായി കെടുകാര്യസ്ഥതയ്ക്കെതിരായി ജനങ്ങളെ അണിനിരത്താൻ കഴിയാത്ത വിധം UDF ദുർബലമായിരിക്കും. ജനങ്ങൾ UDF-നെ മുഖവിലക്കെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. രമേശ് ചെന്നിത്തല എല്ലാ ദിവസവും വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കൾ എല്ലാ ദിവസവും വലിയ മാധ്യമ പിന്തുണയോടുകൂടി പത്രസമ്മേളനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ജനം അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. LDF-നെ നേരിടാൻ, ശ്രീ പിണറായി വിജയനെ നേരിടാൻ സകലവിധ അഴിമതിയും നടത്തി സർക്കാർ സംവിധാനങ്ങളുടെ മുഴുവൻ കരുത്തോടെ ശ്രീ പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ അതിനെ നേരിടാൻ രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിലുള്ള UDF നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ജനവികാരം തെളിയിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് UDF-നോടും ജനങ്ങൾക്കുള്ളത്. ഇവിടെയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും.
ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ വലിയ ഒരു ശക്തിയായി ഉദിച്ചുയർന്നു വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഇന്നത്തെ പ്രസ്താവന തെളിയിക്കുന്നത്. ബംഗാളിൽ പരസ്യമായ രാഷ്ട്രീയ സഖ്യത്തിന് കോൺഗ്രസും CPM-ഉം ധാരണയായി കഴിഞ്ഞു. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് ബംഗാളിലെ ഐക്യ ചർച്ചകൾ നടന്നത്. കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ജനപ്രതിനിധികൾ ഇവരെല്ലാം ചേർന്നുള്ള ചർച്ചയിൽ സീറ്റ് വിഭജനം അടക്കം തീരുമാനമായിരിക്കുക. സമാനമായ നിലയിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയവും കടന്നുപോകുന്നത്. സമാനമായ നിലയിലേക്കാണ് കേരളത്തിലും കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UDF-ഉം LDF-ഉം തമ്മിലുള്ള പരസ്പര ധാരണയാണ് സംസ്ഥാനത്ത് പലയിടത്തും കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ ഏറ്റവും പ്രമാദമായിട്ടുള്ള പാലാരിവട്ടം അഴിമതി കേസ്. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഇബ്രാഹിം കുഞ്ഞ് പ്രധാന പ്രതിയായിട്ടുള്ള പാലാരിവട്ടം അഴിമതി കേസ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി കേസാണ്. ആ അഴിമതി കേസിൽ ഇന്നലെ ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, ആ അഴിമതി കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള ശ്രീ മുസ്ലിം ലീഗിന്റെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള തെളിവുകൾ നൽകുന്നതിൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് തടസ്സം നിൽക്കുകയാണ്. 10 കോടി രൂപ ചന്ദ്രിക ദിനപത്രം വഴി അഴിമതി പണം വെളുപ്പിച്ചു നോട്ട് നിരോധന കാലത്ത്. ആ 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകൾ, സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുള്ള തെളിവുകൾ, വിജിലൻസിന് ലഭിച്ചിട്ടുള്ള തെളിവുകൾ, ആ വിവരങ്ങളൊന്നും തന്നെ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണ സംഘത്തിന് കൈമാറാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള സത്യവാങ്മൂലമാണ്, ആരോപണമാണ് ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ്, നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇതാ പിടിക്കാൻ പോകുന്നു, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ആരെ? ഇബ്രാഹിം കുഞ്ഞിനെ നാളെ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. CPM-ന്റെ നേതാക്കന്മാര് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം പറയുന്നത് നാളെ അറസ്റ്റ് ചെയ്യും. ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള എല്ലാ നടപടികളും പിണറായി വിജയൻ സർക്കാർ നിർത്തിവെച്ചിരിക്കുക. വിജിലൻസ് അന്വേഷണം സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുക. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു തെളിവുകൾ നൽകാൻ ഇതുവരെ വിജിലൻസ് തയ്യാറായിട്ടില്ല. 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള നിസ്സാര സംഭവമല്ല. ആ കേസ് മനഃപൂർവ്വം പിണറായി വിജയൻ ഒത്തുതീർപ്പാക്കുകയാണ്. UDF-ഉം LDF-ഉം തമ്മിൽ ധാരണയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ടുള്ള കേസ് അട്ടിമറിക്കുന്നത് എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ തയ്യാറാണ്. വളരെയധികം വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ സത്യവാങ്മൂലം നിങ്ങൾ പരിശോധിക്കണം. ഒരു കാര്യവും കേരളത്തിൽ വിജിലൻസ് ഇക്കാര്യത്തിൽ ചെയ്യുന്നില്ല. എല്ലാ അഴിമതി കേസ് ഒത്തുതീർപ്പാക്കുകയാണ്. UDF-ന്റെ ഭരണകാലത്ത് നടന്നതിനേക്കാൾ വലിയ അഴിമതി ഈ സർക്കാർ നടത്തി. 1000 കോടി രൂപയുടെ അഴിമതിയാണ് സോളാർ പുരപ്പുര സോളാർ വിൽപ്പനത്തിൽ നടന്നത്. കേരളത്തിലെ എല്ലാ സംരംഭകരെയും എംപാനൽ ലിസ്റ്റിലുള്ള സംരംഭകരെയും മാറ്റി നിർത്തി കുത്തക കമ്പനിക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 1 കിലോ വാട്ടിന് 18,000 രൂപ വരെ അധികം നൽകുന്ന ഏതാണ്ട് 1000 കോടി രൂപയുടെ അഴിമതി. ആ അഴിമതിയെ കുറിച്ച് UDF ഒരക്ഷരം മിണ്ടുന്നില്ല. എല്ലാം ഒത്തുതീർപ്പാണ്, പരസ്പര ധാരണയാണ്. അതുകൊണ്ട് ഈ പാലാരിവട്ടം കേസിനെ കുറിച്ച് എന്തുകൊണ്ടാണ് പാലാരിവട്ടം കേസ് അട്ടിമറിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രീ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണനും ജനങ്ങളോട് തുറന്നു പറയാനുള്ള മാന്യത കാണിക്കണം. മുസ്ലിം ലീഗിനെ കൂട്ടാനാണോ ഉദ്ദേശിക്കുന്നത്? കെ മാണിയുടെ അഴിമതിക്കെതിരായി സംസ്ഥാന നിയമസഭയാകെ ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കിയവരാണ്. സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നാടകങ്ങൾ അരങ്ങേറിയ ബാറക്കോഴയുമില്ല, ഒരു കോഴയുമില്ല. കെ മാണിയുടെ പാർട്ടി, കെ മാണി നോട്ടെണ്ണുന്ന യന്ത്രം, ആ നോട്ടെണ്ണുന്ന യന്ത്രം കയ്യിലുള്ള എന്നാണ് ഇത്രയും കാലം പറഞ്ഞിരുന്നത്. നോട്ടെണ്ണ യന്ത്രം AKG സെന്ററിലേക്ക് മാറ്റിയപ്പോ അതാണോ മുസ്ലിം ലീഗിനോട് നിങ്ങൾ എടുക്കുന്ന നിലപാട്? ഇബ്രാഹിം കുഞ്ഞിന്റെ കേസിൽ സംസ്ഥാന ഗവൺമെന്റ് ഒത്തുതീർപ്പാക്കുന്നത് നാളെ മുസ്ലിം ലീഗിനെയും കൂടെ കൂട്ടാനാണോ? എന്ത് സഹായമാണ് ഇബ്രാഹിം കുഞ്ഞിന് മുസ്ലിം ലീഗിന്
ഇത് ചെയ്തു കൊടുക്കുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്? അവിശുദ്ധമായിട്ടുള്ള ധാരണകളിലേക്കാണോ നിങ്ങൾ പോകുന്നത്? ഈ ചോദ്യം ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുകയാണ്. ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കണം. അത് ജനങ്ങൾ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. LDF-ഉം UDF-ഉമാണ് കേരളത്തിലെ ഏറ്റവും പ്രബലമായ കക്ഷികൾ. ഇവര് BJP പരാജയപ്പെടുത്താൻ ധാരണയുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നു. പാലക്കാട് നഗരസഭ ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഇന്നലത്തെ പ്രസ്താവന BJP മുന്നണിയെ പരാജയപ്പെടുത്താൻ സർവശക്തിയും ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പാലക്കാട് നഗരസഭയിൽ UDF-ഉം LDF-ഉം തമ്മിൽ പല വാർഡുകളിലും ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പൊ പാലക്കാട് നഗരസഭ UDF, LDF വിചാരിച്ചു കഴിഞ്ഞാൽ BJP അധികാരത്തിൽ വിചാരിക്കാത്തത് കൊണ്ടല്ലോ. ആണോ? പലതവണ വിചാരിച്ചു പരാജയപ്പെട്ട് പാളിസായി പോയതല്ലേ? വിചാരിച്ചില്ലെന്ന് ആര് പറഞ്ഞു? വിചാരിച്ചു ഞങ്ങളെ തോൽപ്പിക്കാൻ. ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കൗൺസിലുകളിൽ മുഴുവൻ നിങ്ങൾ പരിശ്രമിച്ചു, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. പരാജയപ്പെടുത്താൻ സാധിച്ചില്ല ഞങ്ങളെ. അതുകൊണ്ടാണ് പരാജയപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചു. UDF-ഉം LDF-ഉം പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷവും BJP-യുടെ ഭരണത്തെ താഴെ ഇറക്കാൻ പരിശ്രമിച്ചു. പക്ഷെ ഞങ്ങള് നല്ല സമർത്ഥമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് പരാജയപ്പെടുന്നത്. ഈ LDF-ഉം UDF-ഉം വിഘടിച്ച് നിന്നാൽ മാത്രമേ BJPക്ക് ജയിക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യമാണ്. അല്ല, അതിനെ മറികടക്കാൻ ഇപ്പൊ പാലക്കാടും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തൃശ്ശൂരും ഒക്കെ ഞങ്ങളുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ഈ കോമാലി സഖ്യം ഉണ്ടെന്നുള്ളത് ഞങ്ങളുടെ ജനങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞ് അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. LDF-നും UDF-നും നേരിടാൻ നമ്മുടെ ഒരു ശക്തമായ ഒരു മുന്നണി സംവിധാനം ഇപ്പോഴില്ലല്ലോ. ഇപ്പൊ BDJS നേരത്തെ CPI ഉണ്ടായിരുന്നു, അവര് പോയി. ഇപ്പോ BDJS-ഉം BJP-യുമാണ് ഉള്ളത്. ഇത് വെച്ച് എന്ത് ചെയ്യും? ഇപ്പോ ഈ കേരള എന്ത് ചെയ്യും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും. തെരഞ്ഞെടുപ്പാണല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്കറിയാം എന്താണ് ഞങ്ങളുടെ മുന്നണിയുടെ ശക്തി, മറ്റുള്ളവരുടെ ശക്തി. ഈ മുന്നണി വിപുലീകരണത്തിന് എന്തെങ്കിലും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആലോചനകളെല്ലാം നടക്കുകയാണ്. സംസ്ഥാനത്തെ അസംതൃപ്തരായിട്ടുള്ള പല ആളുകളുമായിട്ടും ഞങ്ങൾ അതിന്റെ ആളുകൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കും. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം BJPയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ എന്തായിരിക്കും നിശ്ചയപ്പെടുത്തുന്നത്? അല്ല, അത് ഞങ്ങൾ നേരത്തെ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പൊ LDF-ലേക്ക് പോകുമെന്നാണല്ലോ പ്രചാരണം. LDF-ലേക്ക് പോകാൻ CPI-യും ജനതാദളും ഇപ്പോൾ അതിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. CPI-എം എന്തൊക്കെ പറഞ്ഞാലും വാതിൽ തുറന്നിട്ടാലും വാതിലിന്റെ രണ്ടറ്റത്ത്, കട്ടിലപ്പടിയുടെ രണ്ടറ്റത്ത് കാനവും ജനതാദളും തടഞ്ഞു വെച്ചിരിക്കുക. അങ്ങനെ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് അപമാനിക്കുന്നവരുടെ കൂടെ എത്ര MLA-മാർ പോകും? അതുകൊണ്ട് ഒരു മുന്നണിക്കകത്തെ പ്രധാന കക്ഷികൾ 2 പേരും ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ എങ്ങനെ അവർക്ക് LDF മുന്നണിയിലേക്ക് പോകാൻ കഴിയും? കോടിയേരിയും പിണറായി വിജയനും എത്ര പരിശ്രമിച്ചാലും മുന്നണിക്ക് അകത്തുള്ള 2 പ്രധാനപ്പെട്ട കക്ഷികൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കല്ലേ. ഇപ്പൊ ഭർത്താവ് ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നാലും ഭാര്യയും മക്കളും നീ കയറണ്ട എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ അന്തരീക്ഷം എന്തായിരിക്കും? അതല്ലേ ഇപ്പൊ നടക്കുന്നത്. പിണറായി വിജയൻ ക്ഷണിക്കുന്നു, കോടിയേരി ക്ഷണിക്കുന്നു, കാനവും ജനതാദളും പറയുന്നു തനിക്ക് ഒരു ശക്തിയും, താങ്കൾക്ക് ഒരു ശക്തിയുമില്ല, താങ്കൾ വരണ്ട. എന്തിനാണ് ഈ അപമാനം സഹിക്കുന്നത്? ഈ ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. കാരണം UDF-നകത്തും LDF-നകത്തും എങ്ങനെയാണ് ഘടകകക്ഷികളോട് പെരുമാറുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പാർട്ടികളെയെല്ലാം പിളർത്തി ദുർബലമാക്കി വരുതിക്ക് നിർത്തുക എന്നുള്ള സമീപനമാണ്. അതുകൊണ്ട് അത്തരം ആത്മഹത്യാപരമായ നിലപാടുകൾ അവർ എടുക്കില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. LDF-ൽ നിന്ന് UDF-ലേക്കോ UDF-ൽ നിന്ന് LDF-ലേക്കോ ഒരു കക്ഷി മാറിയത് കൊണ്ട് അവർക്കും ഗുണമില്ല, നാടിനും ഗുണമില്ല. അതാണ് അനുഭവം. അല്ല, LDA-യിലേക്ക് ഞങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നണിയിൽ വേറെ ആരും നിങ്ങൾ വരണ്ട എന്ന് പറയുന്നില്ലല്ലോ. ഇത് എന്തൊരു ധാർമ്മികതയാണ്? ആദ്യം നിങ്ങൾ കാനത്തിനെയും ജനതാദളിനെയും പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷമല്ലേ ക്ഷണിക്കേണ്ടത്? കാനത്തിനെയും ജനതാദളിനെയും ബോധ്യപ്പെടുത്താൻ കഴിയാത്തവർ ആദ്യം തന്നെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാതിലൂടെ കയറി പോകാൻ ആത്മാഭിമാനമുള്ളവർ കഴിയുമോ? ചെന്നാൽ എന്തായാലും ശരി. അല്ല, NDA സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാട് തന്നെയാണ് കേരളത്തിൽ.
പ്രവേശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം അത് അവർ പറയേണ്ട കാര്യമാണ്. എങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF-ലേക്ക് പോകാൻ സാധിക്കും? എങ്ങനെ തിരിച്ച് UDF-ലേക്ക് പോകാൻ സാധിക്കും? അവർ രാഷ്ട്രീയമായിട്ടുള്ള സത്യസന്ധതയും നിലപാടും സ്വീകരിക്കുന്നവരല്ലേ. അവർക്ക് എങ്ങനെ പോകാൻ കഴിയും? മുന്നണിയിലെ രണ്ട് കക്ഷികൾ പറയുകയാണ് നിങ്ങൾക്ക് ജനപിന്തുണയില്ല, നിങ്ങൾ വരരുത്, നിങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമാണ്. കാരണം പറഞ്ഞാൽ എന്താ? വന്ന് കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രധാന ഘടകകക്ഷി, രണ്ടാമത്തെ കക്ഷി പറയാണ് നിങ്ങൾ വന്ന് കുഴപ്പമുണ്ടാക്കരുത്, ഞങ്ങളുടെ ജനപിന്തുണ നിങ്ങൾ നശിപ്പിക്കരുത്. അങ്ങനെയുള്ള മുന്നണിയുമായിട്ട് കേരള കോൺഗ്രസിന് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ? ഈ ചോദ്യം പ്രസക്തമല്ലേ? UDF-ലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. LDF-ലും പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും NDA തയ്യാറാണോ? അല്ല, ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയല്ലോ ഇക്കാര്യത്തിൽ. കേരളത്തിൽ ഒരു രാഷ്ട്രീയ ബദലിന് പറ്റിയ സമയമാണിപ്പോൾ. അത് ശരിയാണെന്ന് മനസ്സിലാക്കി സമയോചിതമായി ഇടപെടുന്ന ആളുകളാണ് രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നത്. സമയവും സാഹചര്യവും പാകപ്പെട്ടു വരുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നതിൽ രാഷ്ട്രീയ കക്ഷികൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ ആ വാക്വം എല്ലാ കാലത്തും അവിടെ നിൽക്കണമെന്നില്ല. അത് മനസ്സിലാക്കാനുള്ള ത്രാണിയും ബുദ്ധിയും അത്തരം കക്ഷികൾക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. NDA പരിശ്രമം തുടങ്ങി. അല്ല, NDA പരിശ്രമിക്കുന്നുള്ളതല്ല. ഇപ്പോ ഒരു സാഹചര്യമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപിന്തുണ സംസ്ഥാനത്ത് ശക്തിപ്പെട്ടു വരികയാണ്. ചില ജനവിഭാഗങ്ങളുടെ കൂടെ പിന്തുണയുണ്ടെങ്കിൽ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കേരളത്തിൽ കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആത്മഹത്യാപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പകരം കേരളത്തിന്റെ പൊതുവായ താല്പര്യത്തിന്, കർഷക താല്പര്യത്തിന്, ജനതാല്പര്യത്തിന് ഉതകുന്ന നിലപാടുകൾ എടുക്കാൻ എല്ലാവരും തയ്യാറാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കേരള കോൺഗ്രസിന്റെയും KM മാണിന്റെയും പശ്ചാത്തലമൊന്നും അതൊരു തടസ്സമാവില്ല എന്നാണോ? അല്ല, ആദർശത്തിന്റെ മൊത്ത കച്ചവടക്കാരാണല്ലോ ഇപ്പോ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. KM മാണി ഞങ്ങളാരും ആക്രമിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ MLA നിയമസഭയിൽ ഉണ്ടായിരുന്നല്ലോ. KM മാണിയെ എന്തെല്ലാം ആക്ഷേപിച്ചവരാണ്. KM മാണിക്ക് നോട്ടെണ്ണുന്ന യന്ത്രം ഉണ്ടെന്ന് പറഞ്ഞവർ ഞങ്ങളല്ലല്ലോ. നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കി നിയമസഭയിൽ ഇപ്പോഴത്തെ സ്പീക്കർ അടക്കം മുണ്ടും വാരിക്കെട്ടി എന്തെല്ലാം അതിക്രമങ്ങൾ കാണിച്ചു. അതൊന്നും ആരും മറന്നിട്ടില്ലെന്നാണ്. എന്നിട്ട് മുന്നണിയിലേക്ക് ക്ഷണിക്കുക, മുന്നണിയിലെ പ്രധാന കക്ഷികൾ പറയാ നിങ്ങൾ വരരുത്, വന്ന് കുഴപ്പമുണ്ടാക്കുക. ശരിയായ ഒരു ധാർമ്മിക രാഷ്ട്രീയമാണോ ഇത്? അല്ല, ഭരിക്കുന്ന കക്ഷി ഇങ്ങനെ പറയുമ്പോൾ അവരോടുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു.